വരാൻ പോകുന്ന IPL-ൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്വാഡുള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ്. IPL റിട്ടേണേഷൻ സമയത്ത് തന്നെ കീ പ്ലേയേഴ്സ് ആയിട്ടുള്ള രോഹിത് ശർമ്മ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ബൂംറ എന്നീ താരങ്ങളെ നിലനിർത്താൻ സാധിച്ച് മുംബൈ ഇന്ത്യൻസിന് വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മെഗാ ഓപ്ഷനിലെ മുംബൈ മാനേജ്മെന്റിന്റെ പെർഫോമൻസ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അതോടൊപ്പം തന്നെ എക്സിക്യൂഷനും നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു സ്ക്വാഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടൊരു സ്ക്വാഡിനെ തന്നെ മുംബൈക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മുംബൈയുടെ ഏറ്റവും വലിയ വീക്ക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു സ്പിൻ ഡിപ്പാർട്ട്മെന്റ്. എന്നാൽ സാൻഡറുടെ ഒക്കെ വരവോടുകൂടി തന്നെ അവിടെ പഴുതുകൾ മുംബൈക്ക് അടയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ സാൻഡറിനെ സ്വന്തമാക്കിയത് 2 കോടി രൂപയ്ക്ക് അത് മികച്ചൊരു ഡീല് തന്നെയാണ്. സാൻഡറിന്റെ നിലവിലെ ഫോം മികച്ച രീതിയിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത് മുംബൈക്ക് നല്ലൊരു ഡീലായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ബോൾട്ടിന്റെ വരവ്, വിൽ ജാക്സ്, ദീപക് ചഹർ, അങ്ങനെ നല്ല നല്ല ബൈകൾ എല്ലാം മുംബൈ നടത്തിയിട്ടുണ്ട് ഇത്തവണ. അതോടൊപ്പം തന്നെ നമ്മളൊരു പ്രോബബിൾ 11 സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ റയാൻ റിക്കിൾട്ടൺ, രോഹിത് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വരാനാണ് സാധ്യതകൾ കൂടുതൽ. കാരണം റയാൻ റിക്കിൾട്ടൺ അവിടെ വന്നു കഴിയുമ്പോൾ ആ ഒരു വിക്കറ്റ് കീപ്പർ പൊസിഷനും അവിടെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നീടുള്ളത് തിലക് വർമ്മ, അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ്, വിൽ ജാക്സ്, ഹാർദിക് പാണ്ഡ്യ, സാൻഡർ, നമാൻദിർ, ചഹർ, ഇത്രയും നല്ല ബാറ്റേഴ്സ് ഉണ്ട്. ഈ ചഹറിന് ബാറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ബോൾട്ട്, ബൂംറ ആൻഡ് ഒരു ഇമ്പാക്ട് സബായിട്ട് നമുക്ക് അവിടെ കരൺ ശർമ്മയും പ്രതീക്ഷിക്കാം. അല്ല ഗസൻഫാറിനെ ആയിരുന്നു മറ്റൊരു സ്പിന്നറായിട്ട് ഇവർ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അല്ല ഗസൻഫാറിന് ഒരു ഇഞ്ചുറി വന്ന മൂലം അദ്ദേഹത്തിന് ഈ ഒരു സീസൺ കളിക്കാൻ സാധിക്കില്ല. 4 മാസത്തോളം റെസ്റ്റ് വേണം. അതിന് പകരമായിട്ട് മുജീബിനെ അവർ ടീമിലേക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. മുജീബ് ഒരു ബാക്കപ്പ് സ്പിന്നർ മാത്രമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ലൊരു ബാറ്റിംഗ് ഡെത്തും അതിനകത്തൊരു ബോളിംഗ് ലൈനപ്പും മുംബൈക്ക് ഇത്തവണയുണ്ട്. ന്യൂ ബോൾ ബോൾ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ, ഡെത്ത് ഓവർ ബോൾ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ. ദീപക് ചഹറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോൾ നന്നായിട്ട് സ്വിങ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന് നന്നായിട്ട് തന്നെ മുംബൈ യൂസ് ചെയ്യും. പവർ പ്ലേക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് മാക്സിമം ഓവേഴ്സ് എറിഞ്ഞു തീർക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബൂമറയ്ക്ക് മാക്സിമം പവർ പ്ലേയിൽ ഒരു ഓവർ കിട്ടാനേ സാധ്യതയുള്ളൂ. ബോൾട്ടും നന്നായിട്ട് പവർ പ്ലേയിൽ ബോൾ ചെയ്യുന്ന ആളാണ്. ഒരു ബോൾട്ട് പ്ലസ് ചഹർ ഓപ്പണിംഗ് ബോളിംഗ് കോമ്പിനേഷൻ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് വരിഞ്ഞു മുറുക്കാൻ സാധിക്കുന്ന താരങ്ങളുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓൾറൗണ്ടർമാരും അതോടൊപ്പം തന്നെ നല്ലൊരു ബാറ്റിംഗ് ഡെപ്തുള്ള ടീമുമായിട്ട് മുംബൈയെ തോന്നിക്കുന്നുണ്ട് ഇത്തവണ പേപ്പറിൽ. ഇനി ഗെയിമിലേക്ക് വരുമ്പം എത്രത്തോളം ഗെയിമിൽ ഇത് പ്രാവർത്തികമായി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും മുംബൈയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുല സൈനിങ്. ബൈ ബൈ ഗൈസ്.